ഇന്ന് എൻ്റെ മോനൊന്ന് ഉറക്കനെ സംസാരിച്ച് പോലും കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. വെള്ളം കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ അവൻ്റെ അരികത്തിരിക്കുന്ന ഒരു ഉമ്മാൻ്റെ ഒരു അവസ്ഥ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആമിന. എൻ്റെ മോൻ ഫൈസലൻ 3.5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. ഇക്ര ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അവന് തീർത്തും വയ്യ. സംസാരിച്ച ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഡോക്ടർ അവസാനമേ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ നാൾ നീണ്ടു പോകാതെ കിഡ്നി മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ അതിനായി യാതൊരു വഴിയുമില്ല. ഞങ്ങൾക്ക് അതിനായിട്ടൊരു തുക ആവശ്യമാണ്. ഞങ്ങളുടെ കൈവശമൊന്നുമില്ല. നല്ലവരായ നിങ്ങളുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമാണ് എൻ്റെ മോൻ്റെ ജീവൻ ഇനി മുന്നോട്ടുള്ളൂ. അതിനുവേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദയവായി നിങ്ങളുടെ സഹായം എൻ്റെ മോനിലേക്ക് എത്തിച്ച് എൻ്റെ മോനെ രക്ഷിക്കണം എന്നൊരു ഉമ്മയുടെ അപേക്ഷയാണ്. ഈ അപേക്ഷ നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത്. ഒരു നാട് മുഴുവൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിലെ ചൂലിപ്പാടം മഹലിൽ താമസിക്കുന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ 3 വർഷക്കാലമായി കിഡ്നി രണ്ടും തകരാറിലായിക്കൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇവർ താമസിക്കുന്നത് പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാറായ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കൂരയിലാണ്. അതുകൊണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.